രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയോടൊപ്പം ഏറ്റവും പുതിയ 9 തെളിവുകൾ സമർപ്പിച്ചു എന്ന് പറയുന്ന പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 9 തെളിവുകൾ ഈ കേസിന്റെ തുടർന്നുള്ള കോടതി നടപടികളിൽ ഏറ്റവും നിർണായകമാകും എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പ് വരെ വിശ്വസിച്ചിരുന്നത് ഈ കുട്ടി ഒരിക്കലും ഒരു കേസ് കൊടുക്കാൻ തയ്യാറാവില്ലെന്നതാണ്. അങ്ങനെ തയ്യാറാകാത്ത വിധം അവരുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാവുന്നത് അവർക്ക് രണ്ടുപേർക്കും മാത്രമാണ്. രാഹുൽ അത് ഉറച്ചു വിശ്വസിച്ചിരുന്നു, അങ്ങനെ ഒരു കേസ് ഒരിക്കലും ഉണ്ടാവില്ലെന്ന്. പക്ഷേ പിന്നീടൊരു 4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായ സുഹൃത്തുക്കളോട് പറഞ്ഞത്രേ, ഇത് കേസായി വരും, ആ കുട്ടി പരാതി കൊടുക്കും, അത് കൊടുക്കുന്നതിന് കാരണം ചിലർ പ്രേരിപ്പിക്കുന്നതാണ്, അവരതിന്റെ പിന്നിലുണ്ട്, അവർ ശക്തരാണ് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് മുതൽ തന്നെ ഈ ശേഖരിച്ചു വെച്ചിരുന്ന രേഖകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 9 തെളിവുകളാണ് ഈ പറയുന്ന ഒരു സീൽ ചെയ്ത കവറിൽ അദ്ദേഹം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആ 9 രേഖകളിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായ ആളുകൾ പറയുന്നത് പ്രകാരം, അതിൽ 3-4 പെൻഡ്രൈവുകളാണ്. ആ പെൻഡ്രൈവുകളിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഗർഭചിത്രം എന്ന് പറയുന്നത് അത് തന്റെ പ്രേരണ കൊണ്ട് ചെയ്തതല്ല, മറിച്ച് ഈ അതിജീവത എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ സഹോദരി അവർ തനിയെ ചെയ്തതാണ്, അതിന്റെ ഉത്തരവാദിത്തം തനിക്കില്ല എന്നതാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം ആ കാണിക്കുന്ന രേഖകളിൽ പറയുന്നത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ അവർ ഭർത്താവിനോടൊപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ സീൽഡ് കവറിലുള്ളത് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. ഇവിടെ തന്നെ ഒരു വാദഗതി രാവിലെ തന്നെ അപ്രസക്തമായിരുന്നു. അതായത് വെറും 4 ദിവസം മാത്രമാണ് വിവാഹം കഴിച്ച ആളുമായി ജീവിച്ചത് എന്ന് അതിജീവതയുടെ അല്ലെങ്കിൽ അവരുടെ FIR-ൽ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെന്നും അവർ തമ്മിൽ നിയമപരമായി ഡൈവോഴ്സ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഒഴിഞ്ഞു എന്ന് പറയുന്ന വാക്ക് നിയമപരമായി നിലനിൽക്കുന്ന ഒരു വാക്കല്ലെന്നും അങ്ങനെ ഒഴിഞ്ഞിട്ടില്ല എന്നും കോൺഗ്രസിന്റെ നേതാവ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അവർ രണ്ടുപേരും ഒഴിഞ്ഞിട്ടില്ല, അവർ ഇപ്പോഴും നിയമപരമായി ഭാര്യാഭർത്താക്കന്മാരാണെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയുന്നത് ഈ വിവാഹം കഴിച്ച പയ്യൻ, അതായത് ഈ അതിജീവതയുടെ ഭർത്താവ്, ഇദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധു കൂടിയായതുകൊണ്ടാണ് അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്തതും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായി എഴുതിയത്. അപ്പൊ ചുരുക്കത്തിൽ ഈ 9 രേഖകൾ, ഈ 9 രേഖകളിൽ വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ പെൻഡ്രൈവിലെ രേഖകളുണ്ട്, അതോടൊപ്പം അവർ തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെ പൂർണ്ണ വിവരങ്ങളുണ്ട്, പിന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതം നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതടക്കമുള്ള മുഴുവൻ രേഖകളുമാണ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഈ രേഖകൾ ഈ കേസിൽ ഒരു നിർണായകമാവും. അതുകൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഒരു സംഗതി, ഇതിൽ അദ്ദേഹം കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമായി പറഞ്ഞ ജനം ടിവിയിൽ നിന്ന് ഈ കുട്ടിക്ക് ലഭിച്ച ഒരു സന്ദേശം, അത് ഈ കുട്ടി പറഞ്ഞതിന്റെ രേഖകൾ ഹാജരാക്കാമെന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമത്തിന്റെ ഉടമയെ സംബന്ധിച്ച വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ വാദം, താൻ ഈ കേസിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധവും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഈ പറയുന്ന കാരണങ്ങളൊക്കെ, പീഡിപ്പിച്ചു എന്ന് പറയുന്നതും ചിത്രങ്ങൾ എടുത്തു എന്ന് പറയുന്നതും ഇത് ബലാത്സംഗമായിരുന്നു എന്ന് പറയുന്നതും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നതും ഒന്നും വാസ്തവമല്ലെന്നും ഈ രേഖകൾ അതിനൊക്കെ കോടതിയിൽ തെളിയിക്കാനാവുന്നതാണെന്നുമുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹം ഈ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് അവർക്ക് രണ്ടുപേർക്കും മാത്രമാണ്. രണ്ടുപേരും നല്ല പുള്ളികളല്ല എന്ന് കാണുന്നത് കേൾക്കുന്നതുമായി എല്ലാവർക്കും അറിയാം. രണ്ടുപേരും നല്ല പുള്ളികളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാവുന്ന കാര്യങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ബാക്കി പുറത്തു വിചാരണ നടത്തുന്നവരും അത്തരം ആളുകൾക്ക് ആർക്കും അറിയില്ല. ഇവിടെ ഒരു ടാർഗറ്റായി സ്വാഭാവികമായി രാഷ്ട്രീയക്കാരനായി നിൽക്കുന്നതുകൊണ്ടും പിന്നെ വളരെ നിയന്ത്രണ വിധേയമല്ലാതെ പല പ്രസ്താവനകളും നടത്തുകയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വളരെ ടൈറ്റ് സ്പോട്ടിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ
രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും അത്തരം കാര്യങ്ങൾക്കും വലിയ വാർത്താ പ്രാധാന്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും തന്റെ ഭാഗം ഇതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം. നിയമജ്ഞർ പറയുന്നത് ഈ രേഖകളുടെ സാധുത, ഈ രേഖകളുടെ വസ്തുത ഈ കേസിൽ വളരെ നിർണായകമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്.